തന്നെയാ നീ കളിയാക്ക. നീ പോയ കേസുകളൊക്കെ ഞാൻ പറയട്ടെ, പറയണപ്പ പറഞ്ഞാ നീ ഇവിടെ നിന്ന് ഉരുകും. നീ നിന്ന് സാറാണ് നീ നിങ്ങളുടെ ചോമർമ്മ ഒന്നുമില്ല. ഇപ്പൊ എന്റെ 200 പോലെ 200ഓളം പറ്റില്ലെന്നല്ല പറഞ്ഞത്. മറ്റേ നീ വിഷ്ണുവിന് ചർച്ച നടത്തേണ്ടി നീ പറഞ്ഞത്. നീ അങ്ങനെയാണ് പറഞ്ഞത്. നീ നിനക്ക് റെക്കോർഡ് എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ നടത്തേണ്ടി? ഞാൻ സൂപ്പർ സ്റ്റാറാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ സ്റ്റാറാണ് നീ. നിങ്ങളുടെ ചോമർമ്മ ചരങ്ങണ്ടല്ലേ? കുറെ പേർക്ക് വൈരാഗ്യം ഉണ്ടെന്നു ലൈവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ക്യാമറ പറയുന്നില്ലെന്ന് രേണുസുതി വേറെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ആകെ മൂടോട്ടെ എന്ത് ചെയ്യണം? ആൾക്കാർ ഈ ഗ്ലാമറും വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മളൊക്കെ വൈരാഗ്യമൊന്നുമില്ല. നമുക്കിപ്പോ കറുത്ത പെൺകുട്ടികളോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും. പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ്, മനസ്സിലായ? അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്ത കറുപ്പെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദ്യം വരുന്നതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെക്കുന്നത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ താല്പര്യമില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വരട്ടെ. ഇപ്പൊ പറഞ്ഞ വ്യക്തികൾ വന്ന് കെട്ടണമെന്നോ അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അത് കറുത്തപ്പെണ്ണാണെങ്കിൽ കറുത്തോണ്ട് കെട്ടി. അയാളുടെ ചോയ്സ് അല്ലേ, അയാൾക്ക് ഇഷ്ടമുണ്ടല്ലേ, അയാളുടെ ചോയ്സ് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാര് ഒരു അവരുടെ കാര്യം നിറം കുറഞ്ഞ ആൾക്കാരെ കെട്ടിയെന്നൊരു പറയട്ടെ. എങ്കിലും ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കാം. അയാൾ ആരും അങ്ങനെ കടപ്പിടി മോശം ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഞങ്ങളുടെ നായിക കറുത്താണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ള ഒരു വേർതിരിച്ച് കാണാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായാലും വെളുപ്പായാലും ഒരു ഭംഗി എന്നുള്ള സാധനം അത് ഒരാളെ അതായത് ചവിട്ടി വലിക്കുന്നത് പോലെ ഇവ സംസാരിക്കും. അതാണ് പുള്ളി ഡയറക്ടറിന് ഇഷ്ടപ്പെടാഞ്ഞത്. കാരണം പുള്ളിയുടെ നായിക കറുപ്പാണെന്ന് പറയുമ്പോൾ കളിയാക്കി തന്നെയാ. നീ കളിയാക്ക. നീ പോയ കേസുകളൊക്കെ ഞാൻ പറയട്ടെ, പറയണപ്പ പറഞ്ഞാ നീ ഇവിടെ നിന്ന് ഉരുകും. നീ നിന്ന് ആണുങ്ങളാവ പല രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടോ, ഇവന്റെ കൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ മൊത്തം ഇവന് തുണിയിലാണ്ട് കിട്ടണവന്. അതാണ് ഇവന്റെ മെയിൻ പരിപാടി. കാണുന്ന പെണ്ണുങ്ങളെ മൊത്തം ഇവന് തുണിയിലാണ്ട് കാണുന്നവന്. പിന്നെ റിയാലിറ്റി പോക്കാണ് ഇവന്റെ പരിപാടി. പട്ടികളെ പോണേ പലതും പറയുമെന്ന് ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാകും. സത്യങ്ങളുണ്ട് പറഞ്ഞു. ഇതൊന്നും പറയാനില്ല. താല്പര്യമില്ല. പെരേരെ പെണ്ണുങ്ങളെ ഈ കെട്ടണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ പറയുന്നില്ല. പുള്ളിക്കെതിരെയും കേസ് ഒന്നുമല്ലേ, മനസ്സിലായി? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല വെറുതെ, മനസ്സിലായ? അനാവശ്യമായിട്ടുള്ള കേസ് എന്റെ പേരിൽ വന്നതാണ്. അത് അനാവശ്യമായിട്ട് കേസ്. ആ കേസിനെ പറ്റി പറയണോ? ട്രാൻസ്ജെൻഡറിന്റെ കേസിനെ പറ്റി പറയാൻ ഉള്ള നാണക്കട മൊത്തം എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് പട്ടികളെ പറഞ്ഞോടാ. ട്രാൻസ്ജെൻഡർ കേസിൽ പൂരി പറഞ്ഞ നീ ഒറ്റടുത്താണ് ഉണ്ടാക്കിയത്. എനിക്കിട്ട് മൈഡ നീ ഒറ്റടുത്തനാണ്. നിങ്ങളുടെ കൈ കിട്ടിയാണോ മാറി എന്റെ കാശുകളെ ജന്മി പിന്നെ പെണ്ണുങ്ങൾ വരട്ടെ ലൈവായിട്ട്. പട്ടിയുടെ